ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ദിയാസ് ടേസ്റ്റി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാവുന്ന പീനട്ട് സാലഡിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് കടലയൊന്ന് വറുത്തെടുക്കണം. അതിനായിട്ട് ഞാൻ ഒരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് നന്നായിട്ട് ചൂടായതിന് ശേഷം നമ്മൾ ഇതിലേക്ക് കടല ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. സാധാരണ നമ്മൾ കടല വറുത്തെടുക്കുന്നത് മണൽ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ മണലിന് പകരം നമുക്ക് ഇതുപോലെ ഉപ്പിട്ടും കടല വറുത്തെടുക്കാം. ഈ കടല പാകമായെന്ന് നോക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കടല രണ്ടായിട്ടൊന്ന് പൊട്ടി തുടങ്ങും. അതുപോലെ അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് വിട്ട് വരാനും തുടങ്ങും. അപ്പോൾ ആ ഒരു പാകം ആകുമ്പോഴേക്കും നമുക്കിത് ഉപ്പിൽ നിന്ന് കോരി മാറ്റണം. എന്നിട്ട് കുറച്ചൊന്ന് തണുത്ത് വന്നു കഴിയുമ്പോഴേക്കും ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുക്കണം. അപ്പോൾ ഞാൻ തൊലിയൊക്കെ കളഞ്ഞ് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു സവോള ചെറുതായിട്ട് നരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഒരു പകുതി തക്കാളി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കണം. ചെറിയ തക്കാളി ആണെങ്കിൽ ഒരു തക്കാളി മുഴുവനും എടുക്കാം. പിന്നെ ഞാൻ ഒരു പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതും കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരൽപ്പം ഉപ്പ് പാകത്തിന് ചേർത്ത് കൊടുക്കുക. പിന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടി ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ എരിവുള്ള മുളക് പൊടിയോ കാശ്മീരി ചില്ലി പൗഡറോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചേർക്കുക. എന്നിട്ട് ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഇത് സ്പൂൺ കൊണ്ടാണ് മിക്സ് ചെയ്തെടുത്തിരിക്കുന്നത്. കൈകൊണ്ട് മിക്സ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. പിന്നെ ഞാൻ തക്കാളി ചേർത്തിട്ടുള്ളത് കൊണ്ട് ഇതിൽ പുളിക്ക് വേണ്ടിയിട്ട് വേറൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു പകുതി നാരങ്ങയുടെ നീരും കൂടി പിഴിഞ്ഞ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇത് എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഉപ്പൊക്കെ പാകത്തിനുണ്ടോ എന്ന് നോക്കണം. ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ പീനട്ട് സാലഡ് റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കാവുന്നതാണ്, നല്ല ടേസ്റ്റിയുമാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിൽ എഴുതുക. പിന്നെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോസൊക്കെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിനടുത്ത് കാണുന്ന ബെൽ ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.